വലിയൊരു സാലറിയോ ബിസിനസ്സോ ലോട്ടറി അടിക്കാതെയൊന്നും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച എനിക്ക് എൻ്റെ ആദ്യത്തെ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയൂ? അത് വലിയൊരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് സ്ട്രാറ്റജി ഒന്നുമല്ല. ഏതൊരു സാധാരണക്കാരനും മാസം വെറും 1000 രൂപ പോലും വെച്ച് തുടങ്ങാൻ സാധിക്കുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിം വർക്ക് ഞാൻ ഫോളോ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ വിളിക്കുന്നത് 2CR ഡെസ്റ്റിനേഷൻ പ്ലാൻ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫോളോ ചെയ്യണ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിം വർക്കിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇതിലെ ആദ്യത്തെ മൈൽ സ്റ്റോണായ 10 ലക്ഷം രൂപ അച്ചീവ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ വരുത്തിയ കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ മിസ്റ്റേക്സിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള ഒരു വീഡിയോ മാത്രമാണ്. ഞാനൊരു SEBI രജിസ്റ്റേർഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറോ അനലിസ്റ്റോ ഒന്നുമല്ല. സോ നിങ്ങൾ ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് സജഷനോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ ആയിട്ടോ ഒന്നും എടുക്കരുത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 10 ലക്ഷം ഉണ്ടാക്കിയതിന് പിന്നിലുള്ള കഥയും മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് ഫ്രെയിം വർക്കിന്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ട്രേഡർ ആവണമെന്നായിരുന്നു. 2020-2021 ടൈമിലൊക്കെ ഞാൻ ഫുള്ളായിട്ട് ട്രേഡിങ് മാത്രമാണ് ചെയ്തിരുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ ട്രേഡിങ്ങിന് ആവശ്യമുള്ള ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാരാണെങ്കിലും സപ്പോർട്ടീവ് അല്ല. അവർക്ക് ഞാനൊരു ജോലിക്ക് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാനാച്ചാൽ ഇവർ പറയുന്നത് കേൾക്കൂല. അങ്ങനെ ലാസ്റ്റ് വീട്ടുകാർ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ട്രേഡിങ്ങിനുള്ള പൈസ തരാമെന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടതും നമ്മൾ വളരെ ഹാപ്പിയായി. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ നോക്കി അങ്ങനെ ഒരെണ്ണമൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് വീട്ടുകാരുടെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തായാലും അതിന് സാലറി കിട്ടുമല്ലോ, അതുകൊണ്ട് ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കിക്കോളാനാണ്. അപ്പോഴാണ് ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഗൈസ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മലയാള കഥയുടെ സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഒരു പണി കിട്ടിയല്ലോ. അപ്പോൾ ഇനി കുറച്ച് കാലം പണിയെടുത്ത് സാലറിയൊക്കെ കൂട്ടി വെച്ച് കുറച്ച് ക്യാപിറ്റലാക്കിയിട്ട് ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് കടക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറി ഏകദേശം 8000 രൂപയായിരുന്നു. അപ്പോൾ സാലറി കിട്ടിയ ടൈം മുതലേ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകളിൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പ്ലഡ്ജ് ചെയ്തിട്ട് നമുക്ക് ട്രേഡിങ്ങിന് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന പൈസ കൊണ്ട് വീട്ടിലെ ചില ബില്ലുകളും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും അതേപോലെ ബാക്കിയുള്ള പൈസ എനിക്ക് തോന്നുന്നതൊക്കെ മേടിച്ച് അത് കഴിയും. അപ്പോൾ അങ്ങനെ കുറച്ച് മാസങ്ങൾ ഇത് തന്നെയായിരുന്നു പരിപാടി. സാലറി കിട്ടും, ഒരാഴ്ച കൊണ്ട് പൈസ മൊത്തം തീരും. അപ്പോൾ ഈ ഒരു അവസ്ഥ എനിക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ സാലറി എവിടെയാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവഴിക്കണമെന്നുണ്ട്, അത് നിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം അത് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ അത് നിർത്താൻ പോകണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി എൻ്റെ കഥയ്ക്ക് തിരിച്ചു വരാം. അപ്പോൾ എൻ്റെ ബ്രോക്കറിൻ്റെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ, അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ സെറോദ അക്കൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ റിച്ചാണ്. പക്ഷെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എക്സ്പെൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ പറയുന്ന ഡയലോഗ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, നീ ജോലിക്ക് പോകണതല്ല, നിനക്ക് കിട്ടുന്ന സാലറി ഒക്കെ എവിടെയെന്നുള്ളത്. പിന്നെ ബാക്കി എന്തൊക്കെ കേൾക്കുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഒരു എമർജൻസി ഫണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാസം 500 രൂപ അതിക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യമൊക്കെ അത് മാറ്റി വയ്ക്കുമ്പോൾ 500 രൂപ മാറ്റി വെച്ച് അതിന്നും ചിലവുകളൊക്കെ കഴിഞ്ഞ് ബാലൻസ് വരെ 50 അല്ലെങ്കിൽ 100 രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അനാവശ്യമുള്ള ചിലവുകളും കുറയ്ക്കാതെ ഇത് റെഡി ആവില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ കാലങ്ങളോളം ഫോളോ ചെയ്ത പലതും കട്ട് ചെയ്യാൻ തുടങ്ങി. ചിലവുകൾ കട്ട് ചെയ്ത് വന്ന് ഈ പറഞ്ഞ പോലെ മാറ്റി വയ്ക്കണം 500, പിന്നെ ബാലൻസ് 200, 300 പിന്നെ മാറ്റി വയ്ക്കേണ്ടത് അങ്ങനെ കുഴപ്പമില്ലാതെ പോയി തുടങ്ങി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും അത്യാവശ്യം പൈസയായി. അപ്പോൾ ബ്രോക്കറിൻ്റെ അക്കൗണ്ട് നോക്കിയാലും ബാങ്ക് അക്കൗണ്ട് നോക്കിയാലും അത്യാവശ്യം ഒരു റിച്ച് ഫീല് നമ്മൾക്ക് വന്നു തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഒരു എക്സ്പെൻസ് വന്നാലും പൈസയ്ക്ക് ബുദ്ധിമുട്ടണ്ട എന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ വരും. അത് നല്ലൊരു ഫീലാട്ടോ. കാരണം നമുക്ക് വളരെ സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടും. പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ട് പോലും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പേ ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടി കുറച്ച് പൈസ സേവ് ചെയ്യുക, പിന്നെ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണതിൻ്റെ ഒപ്പം തന്നെ എമർജൻസി ഫണ്ടും സേവിങ്സ് തുടങ്ങാം. കാരണം മിക്ക ആൾക്കാരും ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തതും അതല്ലെങ്കിൽ ഒരെണ്ണം തുടങ്ങി ഒരു 2-3 മാസം കൊണ്ട് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പോലും വിഡ്രോ ചെയ്യണതിൻ്റെ കാരണം
ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകളെയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിനെയോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു ബോണസ് ടിപ്പ് കൂടിയും തരാം. നിങ്ങളൊരു എമർജൻസി ഫണ്ട് ഉള്ള ടൈമിൽ തന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസും കൂടിയും എടുക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ പോലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഫ്രെയിംവർക്കായ 2CR ഡെസ്റ്റിനേഷൻ പ്ലാനിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ഇനി പോണത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ എന്ന രൂപേണ മാസം ഒരു 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണ ഒരു പ്ലാനാണ് പറയാൻ പോണത്. അപ്പോൾ നമുക്കത് ഒരു SIP കാൽക്കുലേറ്ററിലൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മാസം ഒരു 1000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് CAGR ഒരു 10% നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു വർഷം ഏകദേശം 12,000 രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ കിട്ടുന്നത് ഏകദേശം 641 രൂപയാണ്. അപ്പോൾ ഈ 600 രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. കാരണം ഇവിടെ ഒരു ഡെയിലി പണിക്ക് പോകുന്ന ഒരാൾക്ക് പോലും അതിന് കൂടുതൽ പൈസ കിട്ടും. അപ്പോഴാണ് നമ്മളൊരു 1 ഇയർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും നമുക്ക് ഇവിടെ 600 രൂപയാണ് കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾ ആലോചിക്കുക. ഇനി നമ്മളൊരു 10 കൊല്ലം ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 1 ലക്ഷം രൂപയുടെ അടുത്താണ്, ഏകദേശം 1.2 lakhs. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് ഏകദേശം 80,000 രൂപയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ പകുതിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷം രൂപ. അപ്പോൾ 10 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടും 2 ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് മൊത്തത്തിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം അല്ല. അത് പല ആൾക്കാർക്കും ഒരു മനസ്സിലെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഇനി നമ്മുടെ ടൈം പീരീഡ് വീണ്ടും ഒന്ന് ഇൻക്രീസ് ചെയ്യാം ഒരു 40 കൊല്ലത്തേക്ക്. അപ്പോൾ 40 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 4.8 lakhs ആണ്. പക്ഷെ നമുക്കിവിടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് ഏകദേശം 51 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് 56 ലക്ഷം രൂപ. അപ്പോൾ ഈ 56 ലക്ഷം രൂപ എന്ന് പറയുന്നതും ഒരു 40 കൊല്ലം കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇൻഫ്ലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് വർഷാവർഷം കഴിയുന്നതോറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അന്നത്തെ ആ ഒരു ടൈമിൽ ഈ ഒരു 56 ലക്ഷം രൂപയുടെ പർച്ചേസിങ് പവർ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 40 വർഷവും ആകെ കൂടി 1000 രൂപ വെച്ചിട്ടാണ് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് വരെയാണ് എത്തിയിട്ടുള്ളൂ 40 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടു. പക്ഷേ ഈ ഒരു 5 ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് ഏകദേശം റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് 51 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രീ മണി പോലെ. അപ്പോൾ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. എത്രയോ ഇരട്ടിയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ എത്രയോ ഇരട്ടിയാണ് നമുക്കിവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ മൂലം സാധനങ്ങളുടെ വില കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം അതിനനുസരിച്ച് കൂടും. അപ്പം നിങ്ങൾക്ക് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നിങ്ങളുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എല്ലാ വർഷം കഴിയുന്തോറും ഒരു 10 അല്ലെങ്കിൽ 15% വെച്ച് നിങ്ങൾ കൂട്ടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതും നമുക്കൊരു കാൽക്കുലേറ്റർ വെച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയർ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. 2 കോൺസെപ്റ്റിലും റിസൾട്ട് ഏകദേശം സെയിം ആണ്. ഇനി നമ്മൾ 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.9 lakhs ആണ്. എന്ന് വെച്ചാൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വർഷം 10% വെച്ച് നിങ്ങളുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയിട്ട് പോലും നിങ്ങൾക്ക് ആകെ കൂടി ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് 3 ലക്ഷം രൂപയാണ്. നേരത്തെ 2 ലക്ഷം കിട്ടി, ഇവിടെ 1 ലക്ഷം എക്സ്ട്രാ കിട്ടി. അത് മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 40 വർഷം കഴിയുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 53 ലക്ഷം രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് എസ്റ്റിമേറ്റഡ് റിട്ടേൺ ആയിട്ട് കിട്ടുക ഏകദേശം 1.5 കോടി രൂപയും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഏകദേശം 2 കോടി രൂപയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
എൻ്റെ 60 അല്ലെങ്കിൽ 70-ാമത്തെ വയസ്സിലൊക്കെ 2 കോടി രൂപ കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം എന്നുള്ളത്. അപ്പം ഇത് ചോദ്യം ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി വെറും 1000 രൂപ വെച്ചിട്ടാണ് ഞാനിത് മൊത്തം കാണിച്ചു തന്നേക്കണത്. പക്ഷേ പല ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണ ടൈമിൽ 2000, 3000 അല്ലെങ്കിൽ 5000, 10000 രൂപ വെച്ച് പോലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഈ 10 അല്ലെങ്കിൽ 15% വെച്ച് മാത്രമല്ല, നിങ്ങൾക്ക് 20-30% വെച്ചിട്ട് നിങ്ങളുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും സാധിക്കും, സാലറി അല്ലെങ്കിൽ ഇൻകം ഹൈ ആവണതിനനുസരിച്ച്. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേന്നും അതേപോലെ നിങ്ങൾ എത്ര വെച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് സ്വയം നിങ്ങൾ തന്നെ സ്റ്റെപ്പ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ SIP കാൽക്കുലേറ്റർ വെച്ച് നോക്കുക. അതിന് വേണ്ടിയിട്ട് 2 കാൽക്കുലേറ്ററിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പം നിങ്ങളായിട്ട് തന്നെ ഇത് ചേഞ്ച് ചെയ്തിട്ടൊക്കെ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 60-ാമത്തെ അല്ലെങ്കിൽ 70-ാമത്തെ വയസ്സിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിനേക്കാൾ ബെറ്ററാണ് 2 കോടി രൂപയെങ്കിലും ഉള്ളത്. കാരണം ആ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് വിചാരിക്കുക, ആരോഗ്യം പല ആൾക്കാർക്കും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 to 5 ജോബോ അല്ലെങ്കിൽ അതിനും കൂടുതൽ മണിക്കൂർ എടുക്കണ ഫിസിക്കൽ ജോബൊക്കെ എടുക്കണതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ നമ്മുടെ കയ്യിൽ ഒരു 2 കോടി രൂപയെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു FD ഇട്ടിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ചെങ്കിലും പൈസ നമുക്ക് കിട്ടണത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. ഈ ഇവിടെ മിക്ക ആൾക്കാരും ചെയ്യണ 2 കോമൺ മിസ്റ്റേക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നതും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണതും. അപ്പോൾ ഫസ്റ്റത്തെ മിസ്റ്റേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മിക്ക ആൾക്കാരും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേക്കാൻ മുമ്പ് ഇവിടെ റിസഷൻ്റെ പ്രശ്നമുണ്ട്, ഇൻഫ്ലേഷൻ്റെ പ്രശ്നമുണ്ട്, യുദ്ധമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലാണ് എനിക്ക് റിട്ടേൺ കിട്ടുള്ളൂ എന്ന് പറയും. അതാണ് പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയ നിഫ്റ്റിയുടെ ലോങ് ടേം ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് കാലങ്ങൾ കഴിയുന്തോറും അപ്പായിട്ടേ ഉള്ളൂ, അല്ലാതെ അത് വലിയൊരു ഡിപ്പിലേക്ക് പോയിട്ടില്ല. പല ടൈമിലും മാർക്കറ്റ് ക്രാഷുകൾ ഉണ്ടാവും, എന്നാൽ പോലും മാർക്കറ്റ് അതിനെ സർവൈവ് ചെയ്ത് വരും. അതാണ് നമ്മൾ ലോങ് ടേമിൽ കണ്ടേക്കണത്. ഇനി അതും വേണ്ട, ലാസ്റ്റ് ഒരു 6 വർഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കണേ എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ടൈമിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നോക്കിയാൽ മതി. 2020 കൊറോണ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് റിസഷൻ ഉണ്ടായി, അത് കഴിഞ്ഞപ്പോഴേക്കും റഷ്യ-ഉക്രൈൻ യുദ്ധം ഉണ്ടായി, അത് കഴിഞ്ഞപ്പോഴേക്കും ഇസ്രയേൽ-പലസ്തീൻ പ്രശ്നം, അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയും-പാകിസ്ഥാൻ പ്രശ്നം, അത് കഴിഞ്ഞപ്പോൾ ഇറാൻ-അമേരിക്കയും യുദ്ധം. എന്നിട്ട് പോലും നിഫ്റ്റി ഏകദേശം 100% അടുത്താണ് അപ്പായേക്കണത്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഏകദേശം ഇരട്ടിയായി. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ടൈം ഇല്ല. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും ഒരു തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. പലരും വിചാരത്തിൽ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എന്തൊക്കെയോ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, അവിടെ നമ്മൾ സിമ്പിൾ കാര്യം ചെയ്താലൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് സത്യത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ എത്രമാത്രം സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണോ അത്രയും നല്ലതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം പല ആൾക്കാരും ഫൈനാൻസിന് വലിയ താല്പര്യം അതൊന്നും ഇല്ലാതെയും ഇൻവെസ്റ്റിങ്ങിലേക്ക് വരിക. പക്ഷെ ഇവർ ഈ സംഭവം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടും സ്റ്റോക്കിനെ കുറിച്ചിട്ടും ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും ETF-നെ കുറിച്ചിട്ടും, ഇനി അതല്ല ഫോറക്സും ക്രിപ്റ്റോനെ കുറിച്ചിട്ടൊക്കെ കുറേ നോളജ് അനാവശ്യമായിട്ട് ഗെയിൻ ചെയ്യും. ഇതെല്ലാം അവരുടെ ബ്രെയിനിൽ ഒരു നോയ്സ് ആയിട്ട് കിടക്കും. അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ വന്ന ആള് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലാസ്റ്റ് ഒന്നും സമ്പാദിക്കാൻ പറ്റാതെ കുറേ പൈസ കളയണ അവസ്ഥയ്ക്ക് എത്തും. ഇനി ചില ആൾക്കാരുണ്ട്, അവര് ഇൻവെസ്റ്റിംഗ് അടിപൊളിയായിട്ട് ചെയ്യും, അതേപോലെ കുറേ കാലമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു എമൗണ്ടൊക്കെ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവർ പോയിട്ട് ഈ ഒരു പൈസ പെട്ടെന്ന് തന്നെ ഡബിൾ ആക്കാം എന്നുള്ള ഒരു വിചാരത്തിലൊക്കെ പോയിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ പിന്നെ എന്തുണ്ടാവുകയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ, അത് മൊത്തം സീറോയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. വർഷങ്ങളോളം
പണിയെടുത്ത പൈസ ഒറ്റയടിക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയാണ് പല ആൾക്കാർ ഈ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണ് അല്ലെങ്കിൽ അതാണ് ഇതാന്നൊക്കെ പറയണത്. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടിലോ ഇനി അതല്ല ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കൊരു സിമ്പിൾ ഇൻവെസ്റ്റിംഗ് മെത്തേഡ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ആളൊരു സംഭവം സെറ്റ് ചെയ്ത് തരും. അത് വേണമെങ്കിൽ ഫോളോ ചെയ്താലും മതി. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഫൈനാൻസിനെ കുറിച്ചോ അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ വെറുതെ പഠിക്കാൻ ശ്രമിച്ചാൽ അത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിങ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒഴിവാക്കേണ്ട 7 ഹിഡൻ മണി ട്രാപ്പുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇനി അതല്ല നിങ്ങളുടെ ഷോർട്ട് ടേം ഗോളുകൾക്ക് വേണ്ടിയിട്ടുള്ള 6 ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസിനെ കുറിച്ചാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള ആൾക്കാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.